നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡി എൻ എൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. ഡി എൻ എൻ്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ഹെലിക്കൽ മോഡലിൽ ഇവിടെ പറയുന്നുണ്ട്. ഡബിൾ ഹെലിക്കൽ മോഡലുള്ള ഒരു ഡി എൻ എൻ്റെ സ്ട്രക്ചർ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു പെൻറ്റഗൺ ഷേപ്പിലുള്ള ഷുഗർ എന്നാണെന്ന് പറയാം. അത് നമുക്ക് നൈട്രജൻ ബേസസ് എന്നാണ് നോക്കാം ആദ്യം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. 4 നൈട്രജൻ ബേസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. കാണാതെ തന്നെ പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവർ രണ്ടുപേരുമാണ് ഒരുമിച്ച് നിൽക്കുന്നത്, അഡിനിനും തൈമിനും. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കൂ, ഇവിടെ നോക്കുമ്പോഴും അറിയാൻ പറ്റും അഡിനിനും തൈമിനുമാണ് ഒന്നിച്ച് നിൽക്കുന്നത്. അടുത്തത് ഗ്വാനിനും സൈറ്റോസിനുമാണ്. ഇവർ തമ്മിലാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അഡിനിനും തൈമിനും ഒരു ഗ്രൂപ്പാണ്, ഗ്വാനിനും സൈറ്റോസിനും ഒരു ഗ്രൂപ്പാണ്. സോ നമ്മൾ ഇനി പറയുന്നത് നൈട്രജൻ ബേസസ് കൂടി ചേർന്നിട്ട് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. നോക്കൂ, സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഷുഗർ ഉണ്ട്, എന്നിട്ട് ഒരു ഗ്വാനിനാണുള്ളത്. ഇപ്പുറത്തൊരു ഷുഗർ ഉണ്ട്, അതിൻ്റെ കൂടെ സൈറ്റോസിനാണ് വരുന്നത്. ഇനി ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഇവിടെ ഒരു ഷുഗർ ഉണ്ട്, അതിൻ്റെ കൂടെ അഡിനിനാണ് വരുന്നത്. ഇതിനെ കണക്ട് ചെയ്ത് വരുന്ന ഷുഗറിൻ്റെ കൂടെ തൈമിനാണ് വരുന്നത്. നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ, ഇത് ഷുഗർ മോളിക്യൂളാണ്, ഈ യെല്ലോ കളറിൽ വരുന്നത് ഫോസ്ഫേറ്റ് മോളിക്യൂളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ് ഒരു ന്യൂക്ലിയോടൈഡ് നോക്കാം. ന്യൂക്ലിയോടൈഡ് എന്താണെന്നാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇത് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എ ആണ്. അപ്പോൾ ആദ്യം ഒരു ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ മോളിക്യൂൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ അത് കാണാണ്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇതാണ് ഒരു ഷുഗർ മോളിക്യൂൾ. ഒരു ഷുഗർ മോളിക്യൂളിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് PO4- എന്നുള്ളത് വരുമ്പോഴാണ്, ഒരു ഫോസ്ഫേറ്റും കൂടെ വരുമ്പോൾ, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു നൈട്രജൻ ബേസ് കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ 3 കണ്ടൻ്റാണ് നമുക്ക് ഒരു ന്യൂക്ലിയോടൈഡിലുണ്ടാവുക. ആദ്യമായിട്ട് ബേസായിട്ട് വരുന്ന കാര്യം ഡിയോക്സി റൈബോസ് എന്നുള്ള ഷുഗർ മോളിക്യൂളാണ്. രണ്ടാമത്തേത് ഫോസ്ഫേറ്റ് ആണ്. മൂന്നാമത്തേത് നൈട്രജൻ ബേസാണ്. അങ്ങനെ 3 ഘടകങ്ങളാണ്, 3 പാർട്ടാണ് ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ മുകളിൽ ഉണ്ടാവുക. നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കൈൻ കോമ്പൗണ്ടാണ് നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 4 തരം നൈട്രജൻ ബേസ് ആണുള്ളത്. അഡിനിൻ, അതിൻ്റെ കൂടെ തൈമിൻ വരും. ഗ്വാനിൻ്റെ കൂടെ വരുന്നത് സൈറ്റോസിനാണ്. ഇനി ഫോസ്ഫേറ്റ് എന്താണ്, 2 ന്യൂക്ലിയോടൈഡ്സിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഈ ഇതിൻ്റെ പർപ്പസ് എന്താ വരുന്നത്, ഈ ഫോസ്ഫേറ്റിൻ്റെ പർപ്പസ് എന്താണ് വരുന്നത്, ഫോസ്ഫേറ്റ് ഇതിനെ ലിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ്, ഇതൊരു ന്യൂക്ലിയോടൈഡിനെ കണക്ട് ചെയ്യുന്നതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നത്. ഇനി ഇതിലൊരു വർക്ക്ഷീറ്റ് വരുന്നുണ്ട്. ഒരു ഡി എൻ എയിൽ ഉണ്ടാകുന്ന സ്ട്രാൻഡ്സ് എത്രയാണ്, മോളിക്യൂൾസ് യൂസ് ടു മേക്ക് എ സ്ട്രാൻഡ് എത്രയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് വഴിയെ അതൊക്കെ പറയാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി സ്ട്രക്ചർ ഓഫ് ഡി എൻ എൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സൈസ് ഓഫ് ഡി എൻ എ പഠിക്കാനുണ്ട്. സൈസ് ഓഫ് ഡി എൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡി എൻ എയിൽ ഈച്ച് ക്രോമസോം 2 ഇഞ്ചസാണ് വരിക. അതായത് ഒരു ഡി എൻ എ ഇൻ ഈച്ച് ക്രോമസോം ഈസ് എബൌട്ട് 2 ഇഞ്ചസ്. ക്രോമസോം നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എക്സ് ഷേപ്പിലുള്ളതാണ് ക്രോമസോം. ഈ ക്രോമസോമിനകത്ത് ഇങ്ങനെ ഡി എൻ എ അടുക്കി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഈ അടുക്കി വെച്ച മൊത്തത്തിൽ ഡി എൻ എ എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്, അതായത് 5 സെൻറ്റിമീറ്റർ. 1 ഇഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, 2.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 2 ഇഞ്ച് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററാണ് ഒരു ക്രോമസോമിനകത്ത് ഉണ്ടാകുന്ന ഡി എൻ എൻ്റെ നീളം. നമുക്ക് 5 സെൻറ്റിമീറ്റർ എത്ര ഉണ്ടാവും, ഒരു 5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ ആലോചിച്ചാൽ മതി. അത്രയും നീളമുള്ള ഡി എൻ എനെ വളരെ വൃത്തിയിൽ അടുക്കി വെച്ചിട്ടാണ് ക്രോമസോം ഉണ്ടാവുന്നത്.
if DNA from 46 chromosomes of a human cell joins together, it would be around 6 feet in length, 2 meter. അതായത് നമുക്കൊക്കെ 46 ക്രോമസോംസ് ആണ് ഉള്ളതെന്ന് അറിയാൽ, 23 പെയർ മനുഷ്യന് കേട്ടോ, 23 പെയറായിട്ടുള്ള 46 ക്രോമസോമാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അങ്ങനെ നമ്മളെ ശരീരത്തിലുള്ള, മനുഷ്യ ശരീരത്തിലുള്ള മൊത്തം ക്രോമസോമിൻ്റെ ഉള്ളിലുള്ള DNA നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 മീറ്റർ, 6 അടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ട്രില്യൺസ് ഓഫ് എന്താ പറയുക സെൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനത്തെ, അതായത് ഒരു ഹ്യൂമൻ ബോഡിയിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. ആ സെല്ലിനകത്തൊക്കെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്തൊക്കെ ക്രോമസോം ഉണ്ട്. അങ്ങനെയാണ് 46 ക്രോമസോംസ് വരുന്നത്. ഓൾ സെൽസ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സെല്ലിനകത്തുള്ള എല്ലാ DNA കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 67 ബില്യൺ മൈൽസ് ലെങ്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള 46 മനുഷ്യ ശരീരത്തിലും കൂടിയുള്ള ഹ്യൂമൻ സെൽസിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 2 മീറ്റർ ഉണ്ടായിരിക്കും സെൽസിനകത്തുള്ള DNA കേട്ടോ. ഇനി അതെന്ത് ചെയ്യാണ്, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെല്ലിൻ്റെയും കൂടെ DNA ജോയിൻ ചെയ്ത് വരികയാണെങ്കിൽ ലെങ്ത്ത് എന്ന് പറയുന്നത് മൈലുകളോളം ഉണ്ടായിരിക്കും എന്നാണ് പറയുക. മൈലൊരു എന്താ പറയുക, ലെങ്ത്ത് അളക്കാൻ ഉപയോഗിക്കുന്നൊരു മെഷർമെൻറ്റാണ്. അതായത് നമുക്ക് ഭൂമിനെ 2 തവണ ചുറ്റാനുള്ള, ഭൂമിനെ മൊത്തം റാപ്പ് ചെയ്യാനുള്ള നീളത്തിൽ അത്രത്തോളം എന്തുണ്ട്, DNA ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നതാണ്, ഇത്രയും വലിയ DNA എങ്ങനെയാണ് ക്രോമസോമിൻ്റെ ഉള്ളിലായിട്ട് ഇത്രയും ചെറിയ സെല്ലിനകത്ത് പാക്ക് ചെയ്ത് വെക്കുന്നത്? ഇതൊന്നും നമ്മൾ കാണുന്നില്ല, ഇതെല്ലാം അടുക്കി പെറുക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണല്ലോ. ഏതൊരു കുട്ടിയുടെ മനസ്സിലും ഉണ്ടാവുന്നൊരു ഡൗട്ടാണ്. ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ് ക്രോമസോമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്രോമസോമിനകത്ത് എങ്ങനെയാണ് DNA പാക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്.